BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ബഹ്റൈൻ ധനകാര്യമന്ത്രി ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ അൽ ഖലീഫ നിയുക്ത ഇറ്റലി അംബാസഡർ ആൻഡ്രിയ കറ്റലാനയുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സഹകരണത്തെ മന്ത്രിസഭ അഭിനന്ദിച്ചു. ചുമതലകൾ നിർവഹിക്കുന്നതിൽ അംബാസഡർ വിജയിക്കട്ടെയെന്ന് ഷെയ്ഖ് സൽമാൻ ബിൻ ഖലീഫ ആശംസിച്ചു. ബഹ്റൈൻ ആന്റി നാർക്കോട്ടിക് ഡയറക്ടറേറ്റ് നടത്തിയ സ്പിംഗ് ഓപ്പറേഷനിൽ 4 ഏഷ്യക്കാർ പിടിയിലായി. മയക്കുമരുന്ന് വിപണനത്തിനെതിരെയായി രാജ്യത്ത് നടത്തുന്ന ഓപ്പറേഷനാണ് ഇത്. പരിശോധനയിൽ കൂടുതൽ മയക്കുമരുന്ന് വിറ്റ് കിട്ടിയ പ്രാദേശിക വിദേശ കറൻസികളും മെഡിക്കൽ സിറിഞ്ചുകളും കണ്ടെടുത്തു. 4 പ്രതികളും ഒരു സംഘത്തിന്റെ ഭാഗമാണെന്നും വ്യക്തമായി. പ്രതികളുടെ ഫോൺ സംഭാഷണം പരിശോധിച്ചപ്പോൾ മയക്കുമരുന്ന് വിൽപ്പന സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു. കേസ് ഈ മാസം 27-ന് ഹൈ ക്രിമിനൽ കോടതി പരിഗണിക്കും. ഫഹദാൻ ഗ്രൂപ്പിന്റെ അനുബന്ധ സ്ഥാപനമായ അമേജിൻ ബഹ്റൈൻ, ബൊനോവോ കൺസെപ്റ്റ് ടൂറിസം എന്നീ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ കച്ചവടക്കാരുടെ കൂട്ടായ്മയായ ബഹ്റൈൻ മലയാളി ബിസിനസ് ഫോറവുമായി സഹകരിച്ച് ചൈനയിലെ ഏറ്റവും വലിയ വ്യാപാര പരിപാടിയായ കാൻഡൺ ഫയർ 2024 പങ്കെടുക്കുന്നതിനായി ബിസിനസ് ടൂർ പാക്കേജ് ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി ഫഹദാൻ ഗ്രൂപ്പ് ഹെഡ് ഓഫീസിൽ നടന്ന കൂട്ടായ്മയിൽ ടൂർ പാക്കേജ് അനാച്ഛാദനം ചെയ്തുകൊണ്ട് ഡയറക്ടർ നിസാർ ഫഹദാനും ബൊനോവോ കൺസെപ്റ്റ് ട്രിപ്പ് ഡിസൈനേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ജാഫർ മനു ചടങ്ങിൽ യാത്രയെക്കുറിച്ച് വിശദീകരിച്ചു. പരിപാടിയിൽ പങ്കെടുത്ത ബഹ്റൈനിലെയും സൗദി അറേബ്യയിലെയും ബിസിനസ് ഫ്രട്ടേണിറ്റിയുമായും വിശദീകരണ കൂടിക്കാഴ്ച നടത്തുകയും സദസ്സിൽ വിശദമായ ടൂർ യാത്രാ വിവരണവും അവതരിപ്പിച്ചു. ബിസിനസ് വിപുലീകരിക്കുന്നതിനോ പുതിയ സംരംഭം തുടങ്ങുന്നതിനോ പുതിയ ഉൽപ്പന്ന അപ്ഡേറ്റുകൾ നേടുന്നതിനോ അതുവഴി ഒരു ഗെയിം ചേഞ്ചറായി മാറുന്നതിനോ മേളയിൽ പങ്കെടുക്കേണ്ടതിന്റെ പ്രാധാന്യം സ്പീക്കർമാർ വ്യക്തമാക്കി. മൊത്ത വ്യാപാര മാർക്കറ്റുകൾ, ഫാക്ടറികൾ, ഇറക്കുമതി കയറ്റുമതി കമ്പനികൾ എന്നിവയിലേക്കുള്ള സന്ദർശനങ്ങളും പ്രസിദ്ധമായ ചിമലോങ് ഇന്റർനാഷണൽ സർക്കസിന് സാക്ഷ്യം വഹിക്കാനും 600 മീറ്റർ ഉയരമുള്ള കാൻഡൺ ടവറിന്റെ മുകളിലേക്ക് പോകാനുള്ള അവസരവും പാക്കേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ പ്രകൃതിക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫഹദാൻ ഗ്രൂപ്പിന്റെ സംഭാവനയും ചടങ്ങിൽ കൈമാറി. BMBF ഭാരവാഹി ബഷീർ അമ്പലായി, ICRF അംഗം സുബൈർ കണ്ണൂർ, ബഹ്റൈനിലെ പ്രമുഖ ബിസിനസ്സുകാരായ നജീബ് കടലായി, ഫസൽ ഹക്ക്, AP ഫൈസൽ, SV ബഷീർ, ശശി യൂണിയൻ ഗ്രൂപ്പ്, എടത്തൊടി ഭാസ്കരൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കുകയും തങ്ങളുടെ വ്യാപാര പരിചയം പങ്കുവയ്ക്കുകയും ചെയ്തു. പാക്കേജിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 33533131 എന്ന നമ്പറിലോ 33533113 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സർവ്വത നഷ്ടപ്പെട്ടവർക്ക് കൈത്താങ്ങായി IYCC ബഹ്റൈൻ സാന്ത്വന സ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യഘട്ട പദ്ധതിയായി അർഹതപ്പെട്ട 3 പേർക്ക് ജീവനോപാധി എന്ന നിലയിൽ 3 ഓട്ടോറിക്ഷകൾ നൽകും. ജീവനോപാധി നഷ്ടപ്പെട്ട കുടുംബങ്ങളുടെ ഉപജീവനത്തിന് ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കുമെന്നും IYCC ബഹ്റൈൻ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം വിലയിരുത്തി. പദ്ധതിയുടെ നടത്തിപ്പിനായി ഫാസിൽ വട്ടോളി കൺവീനറായും, വിൻസു കുത്തപ്പള്ളി, റിനോസ് കറിയ, നിതീഷ് ചന്ദ്രൻ, ഷിഹാബ് കുറുകപുത്തൂർ, അൻസാർ TE, ഷാഫി വയനാട് എന്നിവർ അംഗങ്ങളായും 7-അംഗ കമ്മിറ്റി രൂപീകരിച്ചു. ദുരിതബാധിതരുടെ തൊഴിൽ, വിദ്യാഭ്യാസ, ഉപജീവന മാർഗ മേഖലകളിലടക്കം പദ്ധതികളുടെ തുടർച്ചയുണ്ടാകുമെന്നും IYCC ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ്, ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുടെ, ദേശീയ ചാരിറ്റി വിംഗ് കൺവീനർ സലീം അബു താലിബ് എന്നിവർ അറിയിച്ചു. ബഹ്റൈനിൽ വിസിറ്റ് വിസയിലെത്തിയ ഹരിപ്പാട് സ്വദേശിയും സജീവ കോൺഗ്രസ് പ്രവർത്തകനുമായ അനന്തു ജയപ്രകാശ് അന്തരിച്ച്. 24 വയസ്സായിരുന്നു. ഹരിപ്പാട് ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശോഭ ജയപ്രകാശിന്റെ മകനാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹരിപ്പാട് MLA രമേശ് ചെന്നിത്തല ബഹ്റൈനിലെ കോൺഗ്രസ് പോഷക സംഘടനാ ഭാരവാഹികളുമായി ബന്ധപ്പെട്ടു. കുവൈറ്റിൽ നിന്ന് ഇന്ത്യയിലേക്ക് പുതിയ പ്രതിദിന സർവീസുമായി ഇന്ത്യൻ എയർലൈനായ ആകാശ് എയറിന് സർവീസ് ആരംഭിക്കാൻ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകി. കുവൈറ്റിൽ നിന്ന് മുംബൈയിലേക്ക് ആഗസ്റ്റ് 23 മുതൽ വിമാന സർവീസ് ആരംഭിക്കും. കുവൈറ്റിലേക്കും പുറത്തേക്കും യാത്ര ചെയ്യുന്നവർക്ക് നേരിട്ടുള്ള വിമാനങ്ങൾ വർദ്ധിപ്പിക്കാൻ DGCA നിരന്തരം ശ്രമിക്കുന്നതായും ആകാശയ്ക്ക് അംഗീകാരം നൽകിയത് അത് പ്രകാരമാണെന്നും DGCA ഫ്ലൈറ്റ് ഓപ്പറേഷൻ എയർ ട്രാൻസ്പോർട്ട് കൺട്രോളർ റായിദ് അൽ താഹിർ അറിയിച്ചു. നിലവിൽ കുവൈറ്റിൽ നിന്ന് മുംബൈക്കും തിരിച്ചുമാകും സർവീസ്. വൈകാതെ ഇന്ത്യയിലെ വിവിധയിടങ്ങളിലേക്ക് സർവീസ് നടത്താൻ എയർലൈൻ പദ്ധതി ഇടുന്നുണ്ട്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതിയുമായി വരേണ്ടത് അനിവാര്യമല്ലെന്ന് കേരള ഹൈക്കോടതി. വിഷയത്തിൽ നേരിട്ട് അന്വേഷണം സാധ്യമാണോ എന്ന് സർക്കാരിനോട് ഹൈക്കോടതി ആരാഞ്ഞു. അന്വേഷണത്തിന് പരാതിയുമായി ഇരകൾ മുന്നോട്ട് വരേണ്ട ആവശ്യമില്ലെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഹേമ കമ്മിറ്റിയിലെ വിഷയങ്ങൾ സമൂഹത്തെ ബാധിക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. റിപ്പോർട്ടിലുള്ളത് ഗൗരവകരമായ കാര്യങ്ങളെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. ഇരകളുടെ മൊഴികളും ഡിജിറ്റൽ തെളിവുകളും അടക്കം പൂർണ്ണ റിപ്പോർട്ട് നൽകണമെന്നും ഹൈക്കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചു. റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിൽ സ്വകാര്യത ഉറപ്പാക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുസ്താഖ്, ജസ്റ്റിസ് എസ്മാൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷനെ ഹൈക്കോടതി കേസിൽ സ്വമേധയാ കക്ഷി ചേർന്നു. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടിയെടുക്കാൻ DGPക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തത്. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ചു തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗൗരവകരമായ പരാമർശങ്ങളിൽ സ്വമേധയാ കേസെടുക്കാനാകില്ലെന്ന് വിശദീകരിച്ച വനിതാ കമ്മീഷൻ, ബന്ധപ്പെട്ട സ്ത്രീകൾ തന്നെ പരാതിപ്പെട്ടാലാണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കുകയെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി പറഞ്ഞു. സിനിമാ മേഖലയിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയും വരെ വനിതാ കമ്മീഷൻ ഇടപെടും. വനിതാ കമ്മീഷനെ കക്ഷി ചേർത്തെന്ന് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. നോട്ടീസ് ലഭിച്ചാൽ മറുപടി നൽകുമെന്നും P. സതീദേവി മാധ്യമങ്ങളോട് പറഞ്ഞു. നിയമപരമായ സാധ്യതകൾ പരിശോധിച്ച് യുക്തമായ നടപടി ഉണ്ടാകുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ വിശദീകരിക്കുന്നു. കമ്മീഷന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. ബന്ധപ്പെട്ട എല്ലാവരുടെയും സ്വകാര്യത മാനിച്ചുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് തന്നെയാണ് വനിതാ കമ്മീഷന്റെ നിലപാട്. പരാതിക്കാർക്ക് നീതി ഉറപ്പാക്കാൻ സർക്കാർ മുന്നോട്ട് വരുമെന്നാണ് പ്രതീക്ഷയെന്നും P. സതീദേവി കൂട്ടിച്ചേർത്തു. മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ നിന്ന് സ്ഥലം വിട്ടെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പ്രധാനമന്ത്രി വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് വിശദമായ മെമ്മോറാണ്ടം നൽകാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. വയനാട്ടിലെ പുനരധിവാസം പാളി. വയനാട്ടിലുള്ളത് മന്ത്രി കേളു മാത്രമാണ്. താൽക്കാലിക പുനരധിവാസം പോലും നടപ്പായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോഴുള്ളത് താൽക്കാലിക നിവേദനം മാത്രമാണ്. മന്ത്രിസഭാ ഉപസമിതി തികഞ്ഞ പരാജയമാണ്. ഫോട്ടോഷൂട്ടിൽ മാത്രമായിരുന്നു അവർക്ക് താൽപര്യം. ദുരന്തം പ്രതിരോധിക്കാനുള്ള 600 കോടി ഇപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുണ്ട്. കേരളം നാഥനില്ലാ കളരിയായി മാറിയെന്നും K. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. മുംബൈ തിരുവനന്തപുരം വിമാനത്തിൽ ബോംബ് ഭീഷണി. തുടർന്ന് വിമാനം തിരുവനന്തപുരത്ത് അടിയന്തരമായി ലാൻഡ് ചെയ്തു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിലാണ് ബോംബ് ഭീഷണി ഉയർന്നത്. AIC 657 എന്ന വിമാനത്തിൽ ബോംബ് വെച്ചതായി മുന്നറിയിപ്പ് സന്ദേശം ലഭിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡ് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുകയായിരുന്നു. പുലർച്ചെ 5:45 വിമാനം മുംബൈയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്തത്. വിമാനത്തിനകത്താണ് ബോംബ് ഭീഷണി ഉയർന്നത് എന്നാണ് വിവരം. പൈലറ്റിനാണ് ഇത് സംബന്ധിച്ച വിവരം ലഭിച്ചത്. ഉടൻ എയർ ട്രാഫിക് കൺട്രോളറെ വിവരം അറിയിക്കുകയായിരുന്നു. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു. യാത്രക്കാരെ പുറത്തിറക്കി വിശദ പരിശോധന നടത്തി. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എംപോക്സ് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനം ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി. കേന്ദ്ര മാർഗനിർദ്ദേശമനുസരിച്ച് എല്ലാ വിമാനത്താവളങ്ങളിലും സർവൈലൻസ് ടീമുണ്ട്. രോഗം റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ രോഗലക്ഷണം കണ്ടാൽ വിമാനത്താവളത്തിൽ റിപ്പോർട്ട് ചെയ്യണം. 2022 സമാന സാഹചര്യമുണ്ടായപ്പോൾ സംസ്ഥാനം സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പുറത്തിറക്കിയിരുന്നു. നേരത്തെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ജന്തുജന്യ രോഗമായിരുന്നു എംപോക്സ്. ഇപ്പോൾ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നുണ്ട്. തീവ്രത കുറവാണെങ്കിലും 1980 ലോകമെമ്പാടും ഉന്മൂലനം ചെയ്തതായി പ്രഖ്യാപിക്കപ്പെട്ട വസൂരിയുടെ ലക്ഷണങ്ങളുമായി സാമ്യമുണ്ട്. കോവിഡ് H1N1 പോലെ വായുവിലൂടെ പകരുന്ന രോഗമല്ല എംപോക്സ്. രോഗം ബാധിച്ചവരുമായി മുഖാമുഖം വരിക, നേരിട്ട് തൊലിപ്പുറത്ത് തൊടുക, ലൈംഗിക ബന്ധം, കിടക്കയോ വസ്ത്രമോ തൊടുക, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുക തുടങ്ങിയവയിലൂടെ രോഗം പകരാം. പനി, തീവ്രമായ തലവേദന, കഴലവീക്കം, നടുവേദന, പേശിവേദന, ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ. പനി തുടങ്ങിയ ഒരാഴ്ചക്കുള്ളിൽ ദേഹത്ത് കുമിളകളും ചുവന്ന പാടുകളും പ്രത്യക്ഷപ്പെടും. മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണുക. പുറമെ കൈപ്പത്തി, ജനനേന്ദ്രിയം, കണ്ണുകൾ എന്നിവിടങ്ങളിലും ഇവ കാണാം. അസുഖബാധിതരായ ആൾക്കാരുമായി സുരക്ഷാ മാർഗങ്ങൾ അവലംബിക്കാതെ അടുത്തിടപഴകുന്നവർക്കാണ് എംപോക്സ് പകരുക. വൈറസ് ബാധയുണ്ടെന്ന് സംശയിക്കുന്നതോ സ്വീകരിച്ചതോ ആയവരെ പരിചരിക്കുന്നവരും രോഗബാധിതരുടെ ശവങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അണുബാധ നിയന്ത്രണ മുൻകരുതലുകൾ നിർബന്ധമായും സ്വീകരിക്കണം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.